തീർച്ചയായിട്ടും നിഷാദ്. കാരണം ഈ പിന്നിട്ട 21 ദിവസത്തെ അനുഭവങ്ങൾ നോക്കിയാൽ ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നു. തുടക്കത്തിൽ അത് സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമായിരിക്കും ഈ ആക്രമണം എന്നായിരുന്നു ഇറാൻ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ആ സൈനിക കേന്ദ്രങ്ങൾക്കപ്പുറത്തേക്ക് അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക്, സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക്, എയർപോർട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക്, ഒടുവിൽ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ പേരിൽ ഇപ്പോൾ UAE മാത്രം 8 പേരാണ് കൊല്ലപ്പെട്ടത്. 100-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ അത്യാഹിതങ്ങളൊക്കെ ഏറ്റവും കുറഞ്ഞ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം മിക്ക ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ ഏതാണ്ട് 99% പ്രതിരോധിക്കാൻ സാധിച്ചത് കൊണ്ടാണ്. പക്ഷേ ഈ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഖത്തറിന് നേരെ മാത്രം 2 ദിവസം മുമ്പ് നടന്ന ഈ ആക്രമണത്തിലൂടെ ഏതാണ്ട് ആഗോള കയറ്റുമതിയിൽ ഒരു 17% ഇടിവാണ് ദ്രവീകൃത ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് സൗദി അറേബ്യയിലും UAE-യിലും ഒക്കെ പിന്നെ ഈ എണ്ണപ്പാടങ്ങൾ കത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലും ഇപ്പോൾ വേണമെങ്കിൽ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് ഇറാനിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ആഞ്ഞടിക്കാനും അതിനെ തിരിച്ചടിക്കാനുമുള്ള നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഈ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. പക്ഷെ എന്നിട്ട് പോലും പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ രമ്യമായിട്ടുള്ള ഒരു രീതിയിലൂടെ തന്നെ, അല്ലെങ്കിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇത് പരിഹരിക്കപ്പെടണം എന്നൊരു നിലപാടാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും, ഖത്തറാവട്ടെ സൗദി ആകട്ടെ ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. അത് ഈ പ്രതിസന്ധി എന്നത് ഇസ്രായേലിനേക്കാളും അമേരിക്കയെ നേരിട്ട് പ്രത്യക്ഷത്തിൽ ബാധിക്കുന്നു പോലുമില്ല. അവരുടെ എല്ലാ പൗരന്മാരെയും അവർ ഒഴിപ്പിച്ചു കഴിഞ്ഞു. അവരുടെ എംബസികളൊക്കെയും സുരക്ഷിതമാണ്. കാരണം ആ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് സാമാന്യ ജനങ്ങളെയും മിഡിൽ ഈസ്റ്റിൻ്റെ പിന്നെ രാഷ്ട്രീയ സാമ്പത്തിക ഘടനകളെയുമാണ് ഇത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇപ്പോൾ കാർഗ് ദ്വീപിനൊക്കെ നേരെ ഒരു ആക്രമണം, അത് ഒരു കരയാക്രമണ സ്വഭാവത്തിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുകയാണെങ്കിൽ അതിൻ്റെ തിക്തഫലവും ഈ മേഖല അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ കെട്ടുറപ്പ്, അതിൻ്റെ സുരക്ഷ, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത, ഇതിനൊക്കെയും കടുത്ത വെല്ലുവിളികൾ അത് ഉയർത്തും എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഉള്ളത്. അതുകൊണ്ട് പരമാവധി ഒരു നയതന്ത്ര പ്രശ്നപരിഹാരം, സൈനികം പിന്നെ അതിലൂടെ ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും പിന്നെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനോ അതിന് ആ അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമല്ല അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്തുനിന്നുണ്ട്. ഇപ്പം തന്നെ സൗത്ത് ഫാർസ് എണ്ണപ്പാടം ആക്രമിച്ചത് ഇസ്രായേൽ സ്വന്തം നിലയ്ക്കാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയാണ്. അതുമാത്രമല്ല, താൻ അത് നിശ്ചിതമായിട്ട് അതിനെ വിമർശിക്കുന്നതായിട്ടും ട്രംപ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് രോഷത്തിൻ്റെ പുറത്ത് ഇസ്രായേൽ ചെയ്തൊരു ഒരു ജോലിയാണ് ഈ സൗത്ത് ഫാർസ് എണ്ണപ്പാടത്തിന് നേരെയുള്ള ആക്രമണം, ഇനി അത് ആവർത്തിക്കുകയില്ല എന്നാണ്. ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നു താൻ ഇനി ആവർത്തിക്കുകയില്ല ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം എന്നത്. പക്ഷേ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക്, അടിസ്ഥാന സൗകര്യങ്ങളിലേക്കൊക്കെ ഈ ആക്രമണം വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മറീനുകൾ വന്ന് ഒരു കരയാക്രമണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് കൂടുതൽ ഈ യുദ്ധത്തെ കുറെ കൂടി വ്യാപ്തിയിലേക്ക്, കുറെ കൂടി സ്ഥായിയായിട്ടുള്ള അവസ്ഥയിലേക്ക്, കാരണം ഉറപ്പാണ് അത് നമുക്കറിയാൻ സാധിക്കും 80 മുതൽ 88 വരെ ഇറാഖുമായിട്ട് യുദ്ധം ചെയ്തൊരു പാരമ്പര്യം കൂടി ഇറാനുണ്ട്. ഇപ്പം നേരത്തെ ഓരോ ദിവസവും ട്രംപ് പറയുന്നുണ്ട് സൈനികമായിട്ട് ഇറാൻ ദുർബലപ്പെട്ടു, ഇനി അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നൊക്കെ. പക്ഷേ ഇന്ന് മാത്രം ഒരു 10-12 തവണയാണ് കൂട്ടമായിട്ട് തന്നെ മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് തൊടുക്കാൻ ഇറാന് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വാക്കുകൾക്കപ്പുറത്ത് അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ പോലും ഇപ്പോൾ പോലും അഭിമുഖീകരിക്കാൻ അമേരിക്കൻ നേതൃത്വത്തിനോ ഇസ്രായേലിനോ സാധിക്കുന്നില്ല. അതുകൊണ്ട്